സ്കൂളൊക്കെ തുറന്നല്ലേ, ഇനി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് പിന്നാലെയുള്ള ഓട്ടമായിരിക്കും അല്ലേ. രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 3 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പച്ചരി ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വെറും 10 മിനിറ്റ് മതി. പുളിദോശ, റവ ദോശ, പയർ ദോശ, അങ്ങനെ ഒരുപാട് ദോശകളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നീർദോശ. ആദ്യം തന്നെ കുതിർത്തിയ പച്ചരി കഴുകിയെടുക്കുക. തലേന്ന് കുതിർത്തി വെച്ച അരി ഉണ്ടെങ്കിൽ നല്ലതില്ലെങ്കിൽ രാവിലെ ഒരു 1 മണിക്കൂർ മുന്നെയെങ്കിലും പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പച്ചരിക്ക് 1 കപ്പോളം ചോറെടുക്കാം. ഇത് തന്നെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് പച്ചരി, 1 കപ്പ് ചോറ്, ആവശ്യത്തിന് ഉപ്പും ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും. ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 4 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് നീർദോശ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അതുകൊണ്ട് തന്നെ രാവിലെ എളുപ്പത്തിൽ നീക്കി ഈ ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ മാവ് റെഡിയാണ്. ഇത് ഒരുപാട് ലൂസാവരുത്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിനൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഞാൻ ദോശക്കല്ലിലാണ് ദോശ ഉണ്ടാക്കാറ്. ചിലർ ഫ്രൈ പാൻ യൂസ്, പക്ഷേ എനിക്ക് തോന്നുന്നു ദോശക്കല്ല് ചുട്ടെടുക്കുന്ന ദോശക്കാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ്. ദോശക്കല്ല് ചൂടായതിന് ശേഷം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ ദോശ ഒഴിച്ചെടുക്കണം. ദോശ ഒഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ് ഇത്. നല്ല റൗണ്ടായി ദോശ കിട്ടുന്നത് തന്നെ മനസ്സിനൊരു സന്തോഷം അല്ലേ. ഇനി ഇതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം ദോശ തിരിച്ചിട്ടെടുക്കുക. ഈ 2 ഭാഗം മുരിച്ചെടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. എനിക്ക് പൊതുവേ ദോശ നല്ല മുരിഞ്ഞ് കിട്ടണം, അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷമാണ് ദോശ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നല്ല മുരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. ഓരോ ദോശയും നമുക്ക് ഇതുപോലെ ഒഴിച്ചെടുക്കാം. ഈ നീർദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 2 സൈഡും മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 സൈഡും മൊരിയിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഇതേ ദോശ റെഡി ആയിട്ട് നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഒരുപാട് പേര് നീർദോശ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് പച്ചരി കൊണ്ടാണ് നീർദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ നീർദോശ ഉണ്ടാക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നീർദോശൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ നോൺ വെജ് കറീസ് തന്നെയാണ്. തലേന്നത്തെ കറി ബാക്കി ഇരിപ്പുണ്ടാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കുട്ടികൾക്ക് കൊടുക്കാമല്ലോ. സ്വീറ്റായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ദോശ ചൂടോട് ഗീയും തേച്ച് കുറച്ച് പഞ്ചസാര ഇട്ടെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ മതി. റോൾ ചെയ്തിട്ടൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇനി നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം. രാവിലെ തോട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബ്രെഡ് വാട്ടിയത്. ഞാനിവിടെ 2 ബ്രെഡ് മാത്രമേ വാട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ കോഴിമുട്ടയായിട്ട് കൊടുക്കുന്നത്. ഒരു കോഴിമുട്ട, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 പിടി ഉപ്പ്, കൂടെ വേണമെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഏലക്ക ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1 പിഞ്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി 2 ബ്രെഡ് കൂടി എടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ അധികം ബ്രെഡ് യൂസ് ചെയ്യുന്നെങ്കിൽ കോഴിമുട്ട കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഗീ ചേർത്ത് കൊടുക്കാം. ഓരോ ബ്രെഡ് എടുത്ത് ബാറ്ററിൽ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിൽ വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എഗ് മിക്സ് എത്താൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഓരോ എഡ്ജും ഞാനിങ്ങനെ വെച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡൊന്നും ഇൻകേസ് കുക്ക് ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ സൈഡും ഇതേപോലെ മാറ്റി മാറ്റി വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രെഡ് വാട്ടിയത് റെഡിയാണ്. ഇതിൽ 2 സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് മൊരിഞ്ഞ് കിട്ടും. രണ്ടാമത്തെ ബ്രെഡും ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. സ്വീറ്റാണ് ഇഷ്ടമെങ്കിൽ ബ്രെഡ് ഉപയോഗിച്ച് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇനി സ്പൈസിയാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ഉള്ളിയും പച്ചമുളക് ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രെഡ് ഡിപ്പ് ചെയ്ത് പൊരിച്ചാൽ മതി കേട്ടോ. രണ്ടാമത്തെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് വാട്ടിയിരുന്നോ ബ്രെഡ് പൊരിച്ചതെന്നോ ഇനി കുറച്ചുകൂടി പരിഷ്കരിച്ച് ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, വൈകുന്നേരത്തെ സ്നാക്ക് ഐറ്റം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്ക് ഐറ്റം കൊടുത്ത് വിടാനാണെങ്കിൽ ഇത് കൊടുക്കാം കേട്ടോ. ഷേപ്പർ ഉണ്ടെങ്കിൽ പല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാനുള്ളൊരു ഇഷ്ടം കൂടും. അപ്പോൾ ഇത് അങ്ങനെ ബ്രെഡ് വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇത് നല്ല സോഫ്റ്റ് കൂടിയാണ്. എനിക്കൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇത് പല ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളും. ഇനി നമ്മൾ എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റായി കിട്ടുന്ന പൂരിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ആട്ടപ്പൊടി, ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ്, 1/4 കപ്പ് റവ, 1 പിടി മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ചിലർ ചൂടുവെള്ളം ഒഴിക്കാം, പക്ഷെ ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്ത പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈവച്ച് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം.
വെള്ളമില്ലെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഒഴിക്കരുത്. പൂരിൻ്റെ മാവ് കുറച്ച് ടഫായിട്ട് തന്നെ ഇരിക്കണം, അധികം സോഫ്റ്റ് ആവാൻ പാടില്ല. സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പൂരി പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കും. സോ ഈ ഒരു പരുവത്തിലാണ് പൂരിക്ക് വേണ്ടി കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാം. ശ്രദ്ധിക്കുക, ഇത് അധികം ഡ്രൈ ആക്കരുത്, അതുപോലെ തന്നെ സോഫ്റ്റും ആക്കരുത്. ഇൻ കേസ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇത്തിരി മൈദപ്പൊടി ഇട്ട് നമുക്ക് ഓരോ ബോൾസും പരത്തിയെടുക്കാം. അധികം നേർത്തിരിക്കാൻ പാടില്ല, എണ്ണ കുടിച്ചു പോകും. അപ്പോൾ ഇതേ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതേ നമ്മളെല്ലാം ഇവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അടി കുഴിയുള്ള പാത്രം തന്നെ എടുക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം. പൂരി പൊരിയാൻ അധികം ടൈമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ പൊന്തി വരും. ഇതേ ബോൾ പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ പൊന്തി വന്നാൽ ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേ പൂരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കോരി മാറ്റിയെന്ന് ഞാനിങ്ങനെ ഫ്രൈ പാനിൽ വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ എണ്ണ താഴേക്ക് ഇറങ്ങി കിട്ടും. ഇനി ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പൂരി പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതൊരു വെറൈറ്റി ഷേപ്പുള്ള പൂരിയാണ്, റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടണം എന്നില്ലല്ലോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പൂരിയൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. കോരി മാറ്റിയതിന് ശേഷം ഞാൻ പൂരി ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ എണ്ണ പെട്ടെന്ന് ഇറങ്ങി കിട്ടാനാണ്. അപ്പോൾ ഇതേ കണ്ടില്ല, എണ്ണ ഒട്ടും കുടിക്കാത്ത പെർഫെക്റ്റ് പൂരി ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കണ്ണൂർ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഒരുപാട് റെസിപ്പീസുമായിട്ട് വരാം. അതുവരേക്കും ബൈ.